ഹായ് ഹലോ വെൽക്കം ടു എജുപോർട്ട്. അപ്പം മിസ് വന്നിട്ടുള്ളത് നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണല്ലോ. അപ്പം നമ്മുടെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം മെല്ലെ മെല്ലെ നമ്മുടെ എക്സാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കറിയാം നമ്മുടെ ഓണം എക്സാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം ആഗസ്റ്റ് 13 ആയിട്ടാണ് നമ്മുടെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ മെല്ലെ മെല്ലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം അല്ലേ. അപ്പം അതിനായിട്ട് നമുക്ക് എന്ത് ആവശ്യമാണ് അല്ലേ, ഓണത്തിന് ഏതൊക്കെ പോർഷൻസ് ആണ് വരുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഓണം എക്സാമിന് വരുന്നത് നമുക്ക് അറിയണമല്ലോ അല്ലേ. അപ്പൊ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിന് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം അല്ലെ ഏതൊക്കെയാണ് നമ്മുടെ ഓണം എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്ത് പഠിക്കാം അല്ലെ. ഈ ഒരു ചാപ്റ്റർ ഇത്ര ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാം, നമുക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പ്ലാൻ ചെയ്തിട്ട് പഠിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ബേസിക് സയൻസിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നത്, നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്, നമ്മുടെ ഒറ്റയല്ലൊരു ജീവിയും അതേപോലെ അല്ലെ ദ ചെയിൻ ഓഫ് ലൈഫ്, അതുപോലെ വ്യാധികൾ പടരാതിരിക്കാൻ അല്ലെ അവേ ഫ്രം ഡിസീസസ്, അതേപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ജലം അല്ലെ വാട്ടർ ആൻഡ് ലൈഫ്. ഈ ഒരു 3 ചാപ്റ്റർ ആണ് വരിക. നമ്മുടെ ഈ ഒരു 3rd ചാപ്റ്റർ ഉണ്ടല്ലോ അല്ലെ, നിത്യജീവിതത്തിൽ ജലം എന്ന ചാപ്റ്റർ, വാട്ടർ ആൻഡ് ലൈഫ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പകുതി വരെ ഹാഫ് പോർഷൻ ആയിരിക്കും നമുക്ക് എക്സാമിന് വരിക കേട്ടോ. നമ്മുടെ ഓണം എക്സാമിന് ഈ ഒരു 3rd ചാപ്റ്ററിന്റെ പകുതി വരെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഓണം എക്സാമിന് വരിക കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബേസിക് സയൻസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിൽ, സാമൂഹ്യ ശാസ്ത്രത്തില് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരാൻ പോകുന്നത് നോക്കിക്കോ. അപ്പൊ ഫസ്റ്റ് എന്താ, നമ്മുടെ പീലീസ് വില്ലേജ് അല്ലെ, പീലിയുടെ ഗ്രാമം വരുന്നുണ്ട്. അതുപോലെ എന്താണ്, ഭക്ഷണവും മനുഷ്യരും, അതായത് നമ്മുടെ ഫുഡ് ആൻഡ് ഹ്യൂമൻ. അതേപോലെ തന്നെ തൊഴിൽ വൈവിധ്യങ്ങൾ, ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ്. അതേപോലെ എന്താ, നമ്മുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള വസ്ത്രത്തിന്റെ 4 വഴികൾ അല്ലെ, ക്ലോത്തിങ് ത്രൂ ദ ഏജസ്. ഈ ഒരു 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓണം എക്സാമിന് വരുന്നത്. പക്ഷേ നമ്മുടെ ഈ ക്ലോത്തിങ് ത്രൂ ദ ഏജസ് എന്നുള്ള ചാപ്റ്റർ കണ്ടോ, നമ്മുടെ വസ്ത്രത്തിന്റെ 4 വഴികൾ എന്ന ചാപ്റ്റർ കണ്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഹാഫ് പോർഷൻ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സാമിന് വരിക കേട്ടോ. അപ്പൊ എന്താണ്, ഈ ഒരു 3 ചാപ്റ്റർ പഠിക്കണം, അതേപോലെ ഈ ഒരു ചാപ്റ്ററിന്റെ പകുതി അല്ലെ, നമ്മുടെ വസ്ത്രത്തിന്റെ 4 വഴികൾ എന്ന ചാപ്റ്ററിന്റെ പകുതി പോർഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബേസിക് സയൻസ് നോക്കി, അതേപോലെ എന്താ സോഷ്യൽ സയൻസ് നോക്കി. ഇനി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ബുക്കാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മാത്തമാറ്റിക്സ് അല്ലേ. അപ്പൊ നോക്കിക്കേ, അതിൽ ഏതൊക്കെയാ വരുന്നതെന്ന് നോക്കിക്കേ. ഓണം എക്സാമിന് നമുക്ക് മാത്തമാറ്റിക്സിന് 4 ചാപ്റ്റേഴ്സ് ആണ് വരാൻ പോകുന്നത്. എന്താണ്, വരകളും വട്ടങ്ങളും അല്ലെ, എന്താണ് ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നൊരു ഫസ്റ്റ് ചാപ്റ്റർ വരും. അതേപോലെ നമ്മുടെ 2nd ചാപ്റ്റർ ആയിട്ടുള്ള സംഖ്യാലോകം അല്ലെ, നമ്പർ വേൾഡ് നമുക്ക് എന്താണ് എക്സാമിന് വരുന്നത് പോർഷൻ ആണ്. അതേപോലെ ഗുണന രീതികൾ, എന്താണ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്താണ് നമുക്ക് ഓണം എക്സാമിന് വരും. അതേപോലെ എന്താ, നമ്മുടെ ഹരണ രീതികളിലെ ഡിവിഷൻ മെത്തേഡുകള്. അപ്പൊ എന്താണ്, ഈ ഒരു 4 ചാപ്റ്റർ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് നമ്മുടെ ഓണം എക്സാമിന് വരും. സോ ഇന്ത്യ മക്കള് നന്നായിട്ട് ഈ ഒരു ചാപ്റ്റേഴ്സ് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഒരു ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് അല്ലെ, ബേസിക് സയൻസിൽ 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതേപോലെ എന്താ, നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിൽ എത്രയാണ്, 4 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതേപോലെ മാത്സിലും 4 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ എന്താ, ഇതിന്റെ പകുതിയാണ് വരുന്നുള്ളത് അല്ലെ, നമ്മുടെ വസ്ത്രത്തിന്റെ 4 വഴികൾ എന്ന ചാപ്റ്റർ ഉണ്ടല്ലേ, 4ാമത്തെ ചാപ്റ്റേഴ്സിന്റെ പകുതിയാണ് വരുന്നത്. അതേപോലെ ഇതിൽ നമ്മുടെ ബേസിക് സയൻസിൽ 3ാമത്തെ ചാപ്റ്ററിന്റെ പകുതി ഭാഗമാണ് എക്സാമിന് വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ നമ്മുടെ ഓണം എക്സാമിന് ഏതൊക്കെ പോർഷൻസ് ആണ് വരുന്നത് എന്ന്. അപ്പൊ മക്കൾ എനിക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ട് വളരെ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഓണം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എക്സാമിന് വളരെ നന്നായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ മക്കളെ, നമ്മുടെ ഓണം എക്സാമിന്റെ എല്ലാ പോർഷൻസും വളരെ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അതിന്റെ ലൈവ് സെഷൻസ് വരുന്നുണ്ട്, റെക്കോർഡിംഗ് ക്ലാസ്സസ് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെന്റേഴ്സിനോട് ചോദിക്കാം, ടീച്ചേഴ്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ AI-യോടൊക്കെ ചോദിക്കാം കേട്ടോ. അഡാപ്റ്റ് ചെയ്യ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ ഓണം എക്സാമിന് സെറ്റ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, നമ്മുടെ എജുപോർട്ടിന്റെ ക്ലാസ് 5ന്റെ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എന്താ വളരെ സെറ്റ് ആയിട്ട് ഓണം എക്സാം എന്താണ് വളരെ സൂപ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്,
നിങ്ങളുടെ നമ്മുടെ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യട്ടെ. അപ്പൊ അതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് 2599 ആണ് വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാട്ടെ, ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്താ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടേ മക്കളെ അല്ലേ? എന്താണ് എല്ലാത്തിനും കുറെ നോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടേ? അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ A+ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും പുതിയ അപ്ഡേറ്റുകളും അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന് കിട്ടും. ഓക്കെ, A+ ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് A+ കിട്ടണ്ടേ? അപ്പൊ അതിനായിട്ട് നിങ്ങൾ നമ്മുടെ A+ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എവിടെ കിട്ടും? നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ A+ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺ എക്സാം നല്ല എന്താണ് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാനായിട്ട് നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ A+ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ഓൺ എക്സാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളും ഉണ്ട് കേട്ടോ. ഓക്കെ.